നമുക്കറിയാം മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം കൃത്യമായി പ്രവർത്തിക്കാത്ത സാഹചര്യങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ലോകത്ത് പലവിധ ടെക്നോളജികൾ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പലവിധ ടെക്നോളജികൾ അവൈലബിൾ ആണ്. കമ്പോസ്റ്റിങ്ങിൽ തന്നെ നാച്ചുറൽ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വിവിധ തരം കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ അവൈലബിൾ ആണ്. ഇതിന് ഒരു എക്സ്റ്റേണൽ എനർജി കറണ്ട് കൊടുത്തുകൊണ്ട് ഇതിനെ ചൂടാക്കി കമ്പോസ്റ്റ് ചെയ്യുന്ന പല ടെക്നോളജികൾ ഓരോ മെത്തേഡിനകത്തും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിനും നമ്മളുടെ ഡേ ടു ഡേ ഇതിന് വേണ്ടുന്ന മെയിൻ്റനൻസ് കോസ്റ്റും ഇതിനെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഏത് സംവിധാനമാണോ നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ളത് അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏത് യൂണിറ്റ് നമ്മൾ സ്ഥാപിച്ചാലും അത് വിജയകരമായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ മാലിന്യ സംസ്കരണത്തിലുള്ള സംവിധാനം ഒരുക്കി വന്നതുകൊണ്ട് മാത്രം അവിടുത്തെ പ്രശ്നം തീരുന്നില്ല. അത് ഒരുക്കുന്ന സംവിധാനം കൃത്യമായി അനുദിനം അതിൻ്റെ ഡെയിലി ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസും കൂടെ ചെയ്തുകൊണ്ട് പോവുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ടീം നമ്മളുടെ കയ്യിലുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ നമ്മളുടെ പ്രിമൈസിനകത്തുള്ള ക്ലീനിങ് സ്റ്റാഫ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ആവശ്യമായിട്ടുള്ള കൃത്യമായ ട്രെയിനിങ് കൊടുക്കുക. അതിൻ്റെ അനുദിന പ്രവർത്തനം കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് ഇതിന് സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരു ഏജൻസിയുമായിട്ട് ചേർന്നുകൊണ്ട് അവരുടെ ഒരു കോൺട്രാക്ട് സർവീസ് നമ്മൾ എടുക്കുക. ഈ രൂപത്തിൽ വൈദഗ്ധ്യമുള്ള കാര്യങ്ങൾ കൂടെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മാലിന്യത്തെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും സാധിക്കുകയുള്ളൂ. Northams, leading to zero waste.